ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. തത്വബോധം അവസാന ഘട്ടത്തിലാണ്. സഞ്ചിത കർമ്മ ബ്രഹ്മൈവാഹം ഇത് നിശ്ചയാത്മക ജ്ഞാനേന നശ്യതി. സംശയരഹിതമായി അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നതിലൂടെ സഞ്ചിത കർമ്മങ്ങളും നശിക്കുന്നു. ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുന്നതോടുകൂടി, എങ്ങനെ സംശയരഹിതമായി അറിയുന്നതോടുകൂടി, സംശയത്തോടുകൂടി നമുക്കൊക്കെ അറിയാം ഞാൻ ഈ മധ്യാസ്ഥി മാംസ മലമൂത്രപാത്രമായ ദേഹമല്ല എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ സംശയലേശമന്യേ അതാണ് എന്നറിയണം. അപ്പൊ സംശയത്തോടു കൂടിയാണ് സംശയാത്മാ വിനശ്യതി എന്ന അവിടെയാണ് ചേരുക. ഓരോന്നും അതിനനുസൃതമായിട്ട് വേണമല്ലോ ചേർക്കാൻ. ഓരോ പദവും അതിനനുസരിച്ച് വേണ്ട ചേർക്കാൻ. ഈ നിങ്ങളെ ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ സംശയം ചോദിച്ചാൽ അവർ നശിച്ചു പോകുന്ന നിർത്തരുത്. അതാ പറഞ്ഞത്, സംശയം വേണം. ജിജ്ഞാസ ഏറ്റവും നല്ലതാണെന്ന്. ഉള്ളിൽ സംശയം ഉന്നയിക്കുന്നതിനെയാണ്, ഉള്ളിൽ തർക്കിക്കുന്നതിനെയാണ് വിചാരം എന്ന് ആചാര്യന്മാർ വിശേഷിപ്പിച്ചത്. ഉള്ളിൽ തർക്കം നടന്ന് അതിനുശേഷം അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സംശയങ്ങൾക്ക് പുറമെ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തിയേ ഇരിക്കാവൂ. അത് ആരെ അടുത്തുനിന്നായാലും. ഒരാളുടെ നിന്ന് ഉത്തരം കിട്ടിയില്ല, അഥവാ അയാൾക്ക് ഉത്തരം അറിയുമായിരിക്കാം, പക്ഷെ നമുക്കത് മനസ്സിലായില്ല വിചാരിക്കാം. നമുക്ക് പറഞ്ഞു തരുന്ന വിധത്തിൽ, നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ മനസ്സിലായില്ല എന്ന് വിചാരിക്കാം. എങ്കിലും നമുക്ക് പോവാം. ഒരിക്കലും ഒരാചാര്യനും, ആചാര്യനാണെങ്കിൽ, ഗുരുവാണെങ്കിൽ ചിലപ്പോൾ തടയിട്ടുന്ന് വരും. ആചാര്യനാണെങ്കിൽ ഒരിക്കലും, ഗുരു എന്ന് പറഞ്ഞാൽ കുറെ ശിഷ്യന്മാരുമാണല്ലോ അല്ലേ? ശിഷ്യന്മാരുടെ എണ്ണത്തിനനുസൃതമായിട്ടാണ് ഗുരു ആവുന്നത് അല്ലേ? എല്ലാം ഉണ്ടോ ആണ്. പക്ഷെ ആചാര്യന്മാര് ഒരിക്കലും തടയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിശ്ചയാത്മകമായ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ സംശയരഹിതമായി അറിയണം. കേനോപനിഷത്ത് നമ്മൾക്ക് മുന്നോട്ട് വെച്ച പോലെ പ്രത്യേകാത്മാവായിട്ട് അറിഞ്ഞാലും പോരാ. ആ പ്രത്യേകാത്മാവിനെ എന്ത് ചെയ്യണം? ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ എന്നോ പുറത്തെന്നോ ദൂരെ എന്നോ അടുത്തെന്നോ വ്യവഹരിക്കുന്നതെല്ലാം പാരമാർത്ഥികമല്ല, വ്യവഹാരമാണ്. പരിധി കൽപ്പിക്കുന്നു. മഠാകാശം, ഘടാകാശം, മഹാകാശം എന്ന് പറഞ്ഞതുപോലെ ആണ്. നമ്മുടെ ബുദ്ധിക്ക് അനുസൃതമായി ചിന്തിക്കുമ്പോൾ അതൊക്കെ ശരിയാണെങ്കിലും എല്ലാം ശരിക്കും അടിസ്ഥാനമായിട്ട് തെറ്റെന്ന് ഇല്ല. തെറ്റ് പറയാൻ പറ്റില്ല. മഠത്തിനകത്ത് വെച്ച കുടത്തിൽ ഉള്ള ആകാശം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് ഘടാകാശമാണെന്ന് പറഞ്ഞപ്പോൾ അതും ശരിയെന്നാണ് ഗുരുനാഥൻ പറഞ്ഞത്. ആ മഠാകാശം എന്ന് പറഞ്ഞപ്പോഴും അത് ശരിയാണെന്നാണ് പറഞ്ഞത്. മഹാകാശം എന്ന് പറഞ്ഞപ്പോഴും അത് ശരിയാണെന്ന് പറഞ്ഞത്. എന്നാൽ ഏതാണ് ശരി? ബഹുഭൂരിപക്ഷം പേരും പറയും മഹാകാശം എന്നുള്ളതാണ് ശരിയെന്ന്. കാരണം മഹത്തായ ആകാശത്തിലാണ് മഠം ഉള്ളത്, മഠത്തിനകത്താണ് ഘടമുള്ളത്. ഘടത്തിനകത്തുള്ള ആകാശവും വാസ്തവത്തിൽ ഏത് മഹാകാശം തന്നെയാണെന്ന്. എന്നാൽ മഹാകാശം എന്നുള്ളത് മറ്റതിനെ അപേക്ഷിച്ച് ശരിയാണെങ്കിലും ശരിയാണോ?
അവിടെ ഒന്ന് പറയേണ്ടി വന്നില്ലേ മഹാകാശം എന്ന്? എന്തിനെ അപേക്ഷിച്ചല്ലേ മഹാ എന്ന് പറയുന്നത്? പരമാത്മാ എന്ന് പറയുമ്പോൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ ജീവാത്മാവിനെ അപേക്ഷിച്ചിട്ടല്ലേ പരമാത്മാവ് വരുന്നുള്ളൂ. ജീവ പര ഭേദം കൽപ്പിക്കാവതല്ല. അത് വെട്ടിക്കഴിഞ്ഞാൽ ആത്മാ ഏകം. ഇതുപോലെ തന്നെ പ്രത്യേകാത്മാവ് എന്നുള്ളത് മറ്റുള്ള അറിവുകളെ അപേക്ഷിച്ച് വളരെ ശ്രേഷ്ഠമാണ് കേനോപനിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. ആ പ്രത്യേകാത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉപനിഷത്താണത്. പ്രത്യക്കുള്ളിൽ എന്ന്, ഉള്ളിൽ ഞാനായി സ്ഫുരിക്കുന്നത്. അതിനാണ് സർവശാസ്ത്രങ്ങളും പ്രവൃത്തമാവുന്നത് അല്ലേ? പഞ്ചകോശ വിവേകത്തിലൂടെ എന്നിൽ നിന്ന് സ്ഫുരിക്കുന്ന ഞാനിനെ അറിയാനാണ്. തനുത്രയത്തിലൂടെ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങൾക്കുള്ളിൽ ഞാനെന്ന് സ്ഫുരിക്കുന്ന അതിനെ അറിയാനാണ്. അവസ്ഥാത്രയത്തിലൂടെ ജാഗ്രത സ്വപ്ന സുഷുപ്തിയിലൂടെ എന്നിൽ നിന്നുണ്ടാകുന്ന ആ ഞാൻ എന്നുള്ളതിനെ അറിയാനാണ്. ഇതൊക്കെ അറിഞ്ഞ് പരമമായ തലത്തിൽ എത്തിച്ചേരുന്നത് ഏത്? പ്രത്യേകാത്മാ. ആ പ്രത്യേകാത്മാവിനെയും അതിക്രമിച്ച തലത്തിൽ ആണ് സംശയലേശമെന്നെ അറിയുന്നത്. ഉപനിഷത്തുകളെ കൊണ്ടൊക്കെ അറിയാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ. ഏത്? ഉപനിഷത്ത് എന്ന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയുന്നു. ഉപനിഷത്ത് വേദാന്തമാണ്, അറിവിന്റെ പരം താല്പര്യമാണ്, താല്പര്യ നിർണയമാണ്. വേദമല്ല, സർവവേദാർത്ഥ സാര സംഗ്രഹമാണത്. ആ ഉപനിഷത്തുകളെ കൊണ്ട് അറിയാൻ കഴിയുന്നത്, ഗ്രന്ഥം എന്ന അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയുന്നത് ബുദ്ധിതലത്തിൽ ഉള്ള ഞാൻ ആണ്. അതാണ്. അപ്പൊ ഉപനിഷത്തിന്റെ നിർവചനം എന്താണെന്ന് വെച്ചാൽ അതുപോലും നമുക്ക് പറയാം. ഇത് ഉഭയ സമീപെ നീ പൂർണ്ണമായും ധാതുവിന് മൂന്നർത്ഥം, വിചരണം, അവസാദനം, ക്ഷയം എന്ന അർത്ഥത്തിലൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ചാലും ആ ഉപനിഷത്തൊന്നും ഉപനിഷത്തല്ല. ഉപനിഷത്തിലെ ഉപനിഷത്തിനെ എടുക്കണം. എള്ളിനുള്ളിൽ എണ്ണ എന്ന കണക്കെ, എള്ളിനുള്ളിൽ എണ്ണ എന്ന കണക്കെ എന്നുള്ളിലുണ്ട് ഈശ്വരൻ എന്നറിയാൻ ഉള്ളവണ്ണം തന്നെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുവാദം കുമ്പിടുന്നു. ആ ഉള്ളിൽ എന്ന് പറയുന്നത് എവിടെ? അത് പ്രത്യേകാത്മാവാണെന്ന് കാണിക്കുന്നു. അവിടെ അറിഞ്ഞിട്ടും കാര്യമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഈ പുസ്തകം മുഴുവൻ തൊക്കെ പഠിച്ചാലും ഏകശ്ലോകി മുതൽ ഒരു ശ്ലോകം തൊട്ട് ഏകശ്ലോകി, ഒരു ശ്ലോകം കൊണ്ട് ഒരു പുസ്തകം തൊട്ട് 2000 ചില്ലാനം ശ്ലോകങ്ങൾ ഉള്ള സർവവേദാന്ത സിദ്ധാന്ത സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം അരയുള്ള പ്രകരണ ഗ്രന്ഥങ്ങളെ പഠിച്ചാലും എത്തിച്ചേരാൻ കഴിയുന്നത് ഏതേ ഉള്ളൂ? സംശയത്തോടു കൂടിയുള്ളതേ ഉള്ളൂ. ബുദ്ധിതലത്തിലുള്ളതൊക്കെ സംശയത്തോടു കൂടിയുള്ളത് തന്നെയാണ്. അപ്പൊ പിന്നെ എന്തേ വഴിയുള്ളൂ? മുമ്പ് പറഞ്ഞ പോലെ ഗ്രന്ഥം അഭ്യസ്യ മേധാവി ജ്ഞാന വിജ്ഞാന തൽപരഃ പലാലമിവ ധാന്യാർത്ഥി രചയത് ഗ്രന്ഥമശേഷത. ഗ്രന്ഥത്തെ നല്ലതുപോലെ അഭ്യസിച്ച് മേധാവിയായി തീർന്നാൽ, ഗ്രഹണധാരണാശക്തി മേധാവിയായി തീർന്നാൽ ജ്ഞാന വിജ്ഞാന തൽപരഃ, ജ്ഞാനം വിജ്ഞാനമായി തീരണം. അതിന് താല്പര്യം കൂടി വേണം. വേണ്ടേ? ഗുരുവിൽ നിന്ന് കേട്ടാൽ മതിയോ? അങ്ങനെ കേട്ട് കഴിയാം, അത്രേ ഉള്ളൂ. എങ്കിൽ അപ്പുറത്തേക്ക് എത്തുന്നില്ല. കേട്ടതിനെ അല്ലേ എന്ത് ചെയ്യണം? വിജ്ഞാനമാക്കി തീർക്കാൻ അങ്ങനെ അതിന് കഴിവുള്ളവർ എന്ത് ചെയ്യണം? പലാലമിവ ധാന്യാർത്ഥി ധ്യജത് ഗ്രന്ഥമശേഷത. അരി ആവശ്യമുള്ളവൻ നെല്ല് സ്വീകരിച്ച് ഉമി കളയുന്നത് പോലെ ഉമി കളഞ്ഞിട്ട് അരി സ്വീകരിക്കുന്നു. ഇതുപോലെ ഗ്രന്ഥത്തെ മുഴുവൻ ഉപേക്ഷിച്ചോളൂ. ആദ്യം ഉപേക്ഷിക്കണ്ട. അതെ അതെ അതെ, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും വീണ്ടും ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇത് മതി എന്ന് പറയുന്നില്ല. ഇനി ചെയ്യാനുള്ളത് ഉപദേശിക്കാനൊട്ട് വയ്യതാണ്. ഒരാൾക്കും അവനവന്റെ ഏതൊരു ആചാര്യൻ എടുത്താലും ആചാര്യൻ ഏത് അനുഭവത്തിലുള്ള അനുഭവസ്ഥിതനായോട്ടെ, അങ്ങനെയുള്ള അനുഭവസ്ഥിതനായ ഒരു ഗുരുനാഥനിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാലും അദ്ദേഹത്തിനും നമ്മെ പഠിപ്പിക്കാൻ കഴിയില്ല. അതാണ് വാസ്തവം. പഠിക്കാൻ സഹായിക്കാനേ കഴിയൂ, പഠിപ്പിക്കാൻ ആർക്കും കഴിയില്ല.
എത്ര അനുഭവസിദ്ധനായ ഗുരുനാഥനായാലും. പിന്നെ ആ അനുഭവത്തിന്റെ ദാർഢ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടാകും. അത്രേ ഉള്ളൂ. അനുഭവത്തിന്റെ ദാർഢ്യം ഉണ്ടാകും. കാരണം ഉറപ്പ് എന്ന് പറയണമെങ്കിൽ വേണ്ടേ, ഒരാൾ സംശയം ചോദിച്ചു, അങ്ങനെ തന്നെയാണോ, ആണോ എന്നില്ല, അത്രയും അത്രയും ഉറപ്പാണ്. ആ ഉറപ്പിന്റെ ദാർഢ്യം ആ ശബ്ദത്തിലുണ്ടെങ്കിലും അത് നമ്മുടെ ഉള്ളിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമെങ്കിലും നമ്മൾ തന്നെ എന്ത് വേണം? മൂക ആസ്വാദനവത്, മൂകന്റെ ആസ്വാദനം പോലെ എന്ന് നാരദ ഭക്തി സൂത്രം. അതെ, മൂകന്റെ ആസ്വാദനം എങ്ങനെയാ? ഒരാൾക്ക് അനുഭവം പറയാൻ വയ്യ എങ്കിൽ അയാൾ മൂകനും കൂടിയാണെങ്കിലോ അതുപോലെയാണ് ഏത് ഇത്. അങ്ങനെയുള്ള ആ അനുഭവ തലത്തിൽ മാത്രമാണ് ഏത് പണ്ഡിതനാവുന്നത്. പണ്ട ആത്മവിഷയാജ്ഞാനം പണ്ഡിതൻ. പണ്ടുള്ളവൻ പണ്ഡിതൻ. പണ്ടുള്ളവനാണ് പണ്ഡിതൻ. പണ്ടെന്ന് പറഞ്ഞാൽ പണ്ട ആത്മവിഷയാജ്ഞാനം. അതെ അതെ. അതുകൊണ്ട് ഈ ഞാൻ ബ്രഹ്മം തന്നെ എന്ന് സംശയരഹിതമായി അറിയുന്നത് ആ ഞാൻ ഈ ഞാനല്ല. ഏത് ഞാൻ? എന്നുള്ളിലുള്ള ഞാനല്ല. അവിടെ ഞാനും കൂടിയ, ഞാനും നീയും കൂടിയാൽ എന്തായി? ബഹുവചനായി അല്ലേ? ഞാൻ ഏകവചനല്ലേ? ഞാൻ എല്ലാറ്റിലും ഏകവചനാണല്ലോ. അവ എന്റേതൊന്നും ഞാനല്ല. അപ്പൊ ആ ഞാൻ ഏത്? ഇതിന് ഉദാഹരണങ്ങൾ അനേകമുണ്ട് ഇല്ലേ? എത്രയെത്ര ഉദാഹരണങ്ങളാണ്, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നമ്മളെ മുന്നിൽ വെച്ചിരുന്നത്. നോക്കൂ, എത്രയെത്രയാ. കടലിൽ നുരയും തിരയും പോലെ, സ്വർണത്തിൽ ആഭരണങ്ങൾ പോലെ, മണ്ണിൽ കുടം പോലെ എന്നൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ പറയാൻ പറ്റൂ. രാമരാവണ യുദ്ധം പോലെ രാമരാവണ യുദ്ധം തന്നെയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ദൃഷ്ടാന്തമാവില്ല. എന്തുകൊണ്ട്? ദൃഷ്ടിഗോചരമായതിനെ സൂചിപ്പിക്കുമ്പോൾ അതിനെ കാണിച്ചു കൊടുത്തിട്ട് വേണ്ടേ അതിന് ഉപരിയുള്ളതിനെ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ ഇത് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ രാമരാവണ യുദ്ധം അതുപോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ ആകാശവത് ബ്രഹ്മം എന്ന് ചില സ്ഥലങ്ങളിൽ ബ്രഹ്മസൂത്രം ഉപദേശിക്കുന്നുണ്ട്. ആകാശം പോലെ. അപ്പൊ ആകാശം പോലെ എന്ന് പറഞ്ഞാൽ ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പ്രാഥമിക തലത്തിലൊരു കുട്ടി മനസ്സിലാക്കിയതല്ല ആകാശം കേട്ടോ. ആകാശം എവിടെ വെച്ചാൽ അപ്പൊ നോക്കി മോളി ആ ആകാശം അല്ല പറഞ്ഞു. അത് ബാലമനസ്സ്. ആകാശം എന്ന് പറയുമ്പോൾ അവകാശത എന്നുള്ളതാണ്. അത് സർവ്വവ്യാപിയുമാണ്, എല്ലായിടത്തും ഉള്ളതാണ്. സർവ്വവ്യാപിയാണെങ്കിൽ ഒരിടത്തുണ്ട് മറ്റിടത്ത് ഇല്ലെന്ന് വരില്ല. വായു ആണെങ്കിൽ അത് അങ്ങനെ പറയാമായിരുന്നു. അപ്പോ ആകാശം എന്നുള്ളത് ഒന്ന് ഇല്ലാത്ത സ്ഥലം ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ട് പോവുകയുള്ളൂ, പോക്കുവരവൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ആകാശവത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ എന്നിൽ ഇല്ല എന്ന് വരില്ല, ഇവിടെ ഇല്ലെന്ന് വരില്ല. ആകാശം തന്നെ അങ്ങനെയാണ്. അവകാശത എന്നാണ് ആകാശം എന്നുള്ള അർത്ഥം. ആകാശം എന്നുള്ളതിന് ശാസ്ത്രം അർത്ഥം പറഞ്ഞത് അവകാശത. ആകാശത്തിൽ നമ്മൾ ഇരിക്കുന്നു. ആകാശത്ത് ഭസ്മം എടുക്കാം. അതെ, ആകാശത്തിന് എന്തെടുത്തൂടെ? ആകാശത്തിലാണ് ഭസ്മം ഇരിക്കുന്നത്. ആകാശത്തിന് ഭസ്മം എടുക്കാം. ആകാശത്തിന് ഭസ്മം അല്ല എന്ത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഉള്ളതൊക്കെ എടുക്കാം. ഒക്കെ ആകാശത്തിലാണ് അല്ലേ? അപ്പൊ അത് എളുപ്പമുള്ള പണിയാണ്. അപ്പോ ആകാശത്തിൽ നമ്മൾ ഇരിക്കുന്നില്ലേ? ഒക്കെ ആകാശത്തിലല്ലേ? അവകാശത. ആ അപ്പൊ അതുകൊണ്ടാണ് അവിടെ സാമ്യം ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. ഏത്? നമ്മളിലൊക്കെ ഈശ്വരൻ ഇരിക്കുകയാണോ? ആചാര്യസ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞ ഇലന്തിപ്പഴം കണക്കെ. ആചാര്യസ്വാമികൾ ഉദാഹരണം പറഞ്ഞതാ ഭാഷ്യത്തില്. പാത്രത്തിലിട്ട പഴം കണക്കെ നമ്മളെ ഉള്ളിലിരിക്കുന്ന ആളാണോ ഈശ്വരൻ? പ്രതിശരീരം ഭിന്നമായി ഇരിക്കുന്നതാണോ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. പക്ഷെ ആദ്യം തന്നെ നിഷേധിക്കുകയല്ല. ഇവിടെ ഈ ഉപസംഹാര വേളയിൽ അതൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. എങ്കിലേ വരൂ. കാരണം ഇത് മുഴുവൻ ഉപസംഹരിക്കുന്ന വേളയാണ്. ഇല്ല,
ശൂന്യവാദം ആകാശം കുടം വെച്ച പ്രതലത്തിലും ഉള്ളിലും പുറത്തും ഒക്കെ ആകാശമല്ലേ ഉള്ളത്. ശൂന്യല്ല, ശൂന്യാണ്. ആകാശം എന്നുള്ളത് പരമാത്മ എന്നുള്ള തലത്തിൽ എടുത്താലല്ലേ അവിടെ പ്രശ്നം വരും. ആകാശം എന്നുള്ളൊരു ഭൂതമല്ലേ, അപ്പൊ ഇത് ശൂന്യാവില്ലല്ലോ. ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ആകാശം പോലെ എന്നാ പറഞ്ഞത്, ആകാശമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുവരെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അതാണ് ദൃഷ്ടാന്തം എപ്പോഴും പൂർണ്ണമല്ല. പൂർണ്ണമായ ദൃഷ്ടാന്തം പറയാൻ പറ്റില്ല. അപ്പൊ ആകാശം പോലെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ആകാശമാണെന്ന് അർത്ഥമില്ല. ആകാശം ഒരു ഭൂതമാണ്, ഭവിച്ചതാണ്, ഉണ്ടായതാണ്. അപ്പൊ ആകാശം ഇല്ലേ? ഉണ്ടല്ലോ. ശൂന്യുണ്ടോ? ശൂന്യുണ്ടോ? ശൂന്യല്ലേ? ശൂന്യം ഉണ്ടോന്നാ ചോദ്യം. അപ്പൊ ഉണ്ടല്ലോ, അപ്പൊ ഉണ്ട്. അപ്പൊ ശൂന്യം നിഷേധിച്ചു. ഈശ്വരനുണ്ട്, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് പോലെ, എനിക്ക് നാവുണ്ട്, എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെ, രണ്ടിനും വേണം നാവ്. ശൂന്യം ഇല്ല. ശൂന്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പൊളിഞ്ഞു. ഉണ്ടല്ലേ? ഉണ്ട്. ഞാനുണ്ട്, നിങ്ങളുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ബാക്കിയൊക്കെ നീക്കിക്കോളൂ. ആ ഉണ്ടല്ലോ, ആ ഉണ്മയാണ്, അസ്തിത്വമാണ് അത്. ആ അസ്തിത്വത്തെ നിഷേധിക്കാൻ ഒരു നാവിനും കഴിയില്ല. കഴിഞ്ഞാൽ അത് വിവരക്കേടുകൊണ്ടാണ് എന്നാണ്. എനിക്ക് നാവില്ല എന്ന് പറയുന്നത് പോലെയാണ്. നാവ് കൊണ്ടാണ് നാവില്ല എന്ന് നിഷേധിച്ചത് അതുപോലെ. അവിടെ ഇതത്രയൊക്കെ പറയാൻ പറ്റൂ. പക്ഷെ ഒന്ന് ഇതുണ്ട്, എന്ത്? അനുഭവികൾക്ക് അത് അനുഭവമാണ്. എങ്ങനെ മനസ്സിലാക്കാം? അവരുടെ ചര്യകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒന്ന് പിടിവിട്ട് അതിനുപരിയുള്ളതിനെ തേടുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അതിൽ മഹത്തായ മറ്റൊന്നുണ്ടെന്ന്. എങ്കിൽ ഈ ലോകത്തും അല്ലേ, അതിനുപരിയുള്ള സർവ്വലോകങ്ങളെയും പരീക്ഷ ലോകാൻ കർമ്മചിതാൻ നിർവേദമായാത് നാസ്തി അകൃതകൃതേന എന്ന് അറിയിച്ചിട്ടാണ് അവർ അതിനുപരി ചെയ്യുന്നത്. അവർ മൂഢന്മാരായിരുന്നില്ല, ഒന്നിനും കൊള്ളാത്തവരല്ല അവർ ഉപേക്ഷിച്ചത്. അവർ ഉപേക്ഷിക്കണമെങ്കിൽ അതിനുപരി മറ്റൊന്നുണ്ടാവണം. വെറുതെ അവർ ഉപേക്ഷിക്കില്ല, അത്ര മൂഢന്മാരല്ല. മഹാഭാരതത്തിൽ ഇത് പറയുന്നുണ്ട്. ഈ പരമാർത്ഥ തത്വത്തെ ബോധിക്കാതെ ഒരാൾ ഈ ലോകത്തെ ഉപേക്ഷിച്ചാൽ അവർക്ക് ഈ ലോകവുമില്ല, ആ ലോകവുമില്ല. അതുകൊണ്ട് ഇവിടെ സുഖമായിട്ട് ഇന്നും കുടിച്ചും മതിച്ചും കഴിഞ്ഞോളൂ. അപ്പോൾ ഈശ്വരവിചാരം വേണ്ടെന്ന് പറഞ്ഞില്ല. അവിടെ കർമ്മവും ആ കർമ്മത്തിന് അനുസൃതമായ ജ്ഞാനവും സമുച്ചയം ചെയ്തോളൂ. അത് വേണ്ടെന്ന് പറഞ്ഞില്ല. എങ്ങനെയും ജീവിക്കണം, നല്ല ധാർമ്മികമായി ജീവിച്ചോളൂ. അല്ലാതെ പരമാർത്ഥജ്ഞാനം എന്നുള്ളത് അവിടെ പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. എത്രയൊക്കെ ചിന്തിച്ചാൽ ഈ വേദാന്തം എന്നുള്ളത് നേർക്കുനേരുള്ള ഉപദേശമായതുകൊണ്ട് അവിടെ ആചാര്യന്മാർക്ക് പാളിച്ചകൾ പറ്റിയിട്ടില്ല. വ്യവഹാരത്തെക്കുറിച്ച് അവർ പറഞ്ഞാലും ചില സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ തീരുന്നില്ല, തൽക്കാലം തീരുമായിരിക്കാം. എൻ്റെ ഗുരുനാഥനോട് ഞാൻ ചോദിച്ചപ്പോൾ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നു, തൽക്കാലം എനിക്ക് ആ സംശയം തീർന്നേക്കാം, പക്ഷെ പൂർണ്ണമായി ഒരിക്കലും സംശയം തീരുന്നില്ല. എന്തുകൊണ്ട്? വ്യവഹാരത്തെക്കുറിച്ച് പിന്നെയും വരും. തൽക്കാലം ഒരു സംതൃപ്തി ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ വേറൊരു സംശയം വേറെ വരും. പരമാർത്ഥത്തെക്കുറിച്ച് എന്തുണ്ടാവും? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവിടെ വളച്ചുകെട്ടില്ല. പക്ഷെ അത് ബോധിച്ചാൽ അതിനെന്തേ വഴിയുള്ളൂ? വ്യവഹാരത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ അടങ്ങണം. അതെങ്ങനെയാന്ന് വെച്ചാൽ പല അമ്പലത്തിലും പ്രഭാഷണത്തിന് പോയി കഴിഞ്ഞ് ഏതൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവിടെ ചോദ്യം വരും, എന്താണ്, എങ്ങനെ എങ്ങോട്ട് തിരിയിടണം, നിലവിളക്ക് എവിടെ വെക്കേണ്ടത്, ഇതൊക്കെ ചോദ്യം വരും. അതേപോലെയാണ് എന്തൊക്കെ പറഞ്ഞാലും അവസാനം കണ്ടത് ഏത്? ഇതൊക്കെ തന്നെ ഉള്ളൂ, ബാക്കി അതിന് അപ്പുറത്തേക്ക് ചിന്തയോ ഉണ്ട്. എന്ത് ചെയ്യാനാ? എന്നാൽ അതല്ല എന്ന് പറയാൻ പറ്റും, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഉറച്ചിരിക്കുന്നവർക്ക് അത് തന്നെ, അതിൽ ശ്രേഷ്ഠം. അതുകൊണ്ട് അതിൽ ശ്രേഷ്ഠമാണ് ആകാശം, സമ്മതിച്ചു. ഏതായാലും സംശയരഹിതമായി അറിയുന്നതോടെ
അനുഭവത്തിൽ അവസാനിക്കുന്നു. അത് ശാസ്ത്രം അനുഭവത്തിലേ അവസാനിക്കുന്നുള്ളൂ. പുസ്തകത്തിൽ ഒരിക്കലും അത് അവസാനിക്കില്ല. അവസാനിച്ചു എന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നമ്മുടെ അറിവുകേടാണ്. ഏതായാലും ഇവിടെ പറയാണ് ഇവിടെ കിം ജ്ഞാനിനാം സ്തുവന്തി ഭജന്തി അർച്ചയന്തി താൻ പ്രതി ജ്ഞാനി ദേഹകൃതം ആഗാമി പുണ്യം ഗച്ഛതി. ആരാണോ ജ്ഞാനിയെ സ്തുതിക്കുന്നത്, സേവിക്കുന്നത്, പൂജിക്കുന്നത്, ജ്ഞാനിയുടെ ദേഹം ചെയ്യുന്ന ആഗാമിക കർമ്മങ്ങളിലെ പുണ്യഫലം അവർക്ക് ചേരുന്നു. അത് വലിയ ഗുണമാണ്. ഇത് ഒരു കണക്കിലൊരു മിഠായിയാണ്. അതൊരു മിഠായിയാണ്. ഇത് പരമാർത്ഥം ഒന്നും പറയാൻ പറ്റില്ല. ഇതുവരെ പറഞ്ഞ ഭാഷയല്ല അവിടെ ഉള്ളത്. എന്താ അഭിപ്രായം? ആവോ? അതെ അല്ലേ? നിന്ദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആരും ഇങ്ങനെ ചെയ്യും. ശരിയാണ്, നല്ലതാണ്. ആ ഒരു പേടിപ്പെടുത്തൽ നല്ലതാണ്, ഒരാളെ സദാചാര നിഷ്ഠയിലേക്ക് നയിക്കാൻ. പക്ഷെ അവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരും. നിന്ദിക്കാൻ കാരണം ഏത് കർമ്മഫലമാണ്? ഇനിയിപ്പോ മറ്റയാൾക്ക് വെച്ചത് ഇയാൾക്ക് എങ്ങനെ വന്നു? ഇല്ലേ? എന്താ ചില നമ്പർ മൊബൈലിലൊക്കെ അങ്ങനെ ചെയ്യണില്ലേ? അതുപോലെ അങ്ങോട്ട് പോണത് ഇങ്ങോട്ട് വരിക, തിരിച്ചു വിടുക, ഇതൊക്കെ എങ്ങനെയാ? അപ്പൊ തീർത്തും ഈ പോയത് ഈ പാമ്പും കോണീന്റെ ഒരു കളിയില്ലേ, അതുപോലെ മോള് പോയിട്ട് താഴ്ത്തേക്ക് വന്ന പോലെയാണോ എന്നൊരു തോന്നലുണ്ടാവും. എന്നാലും ഇത് ആവശ്യമാണ്. ഇതൊരാവശ്യമാണ്. എന്താ ആവശ്യം? ലോകത്തിൽ ഇതൊരാവശ്യമാണ്. ആർക്ക്? ഒരാചരണം എന്നുള്ള നിലയ്ക്ക്. ധർമ്മം ആചാരത്തിലൂടെയാണ് നിലനിൽക്കുന്നത്, അല്ലേ? മറ്റൊന്നും തെറ്റെന്ന് പറഞ്ഞില്ല കേട്ടോ. ധരിക്കണ്ടാന്നോ ധരിപ്പിക്കപ്പെടണ്ടാന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആചരണം കൊണ്ടാണ് ധർമ്മം നിലനിൽക്കുന്നത് എന്നൊരു വാക്യം കൂടിയുണ്ടല്ലോ. അതുകൊണ്ട് ഒന്നുകില് ഇതൊക്കെ പഠിച്ച ഒരാള് ഒരാചരണവും ഇല്ലാതെ കഴിഞ്ഞുകൂടിയാലോ എന്നുള്ളത് കൊണ്ട്, ഇല്ലേ? അങ്ങനെ ഉണ്ടാവേ. നമ്മളൊക്കെ വേദാന്തമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എന്തിനാ ബാക്കി ആചരണങ്ങളൊക്കെ? ഇന്നാളെ ഒരാൾ ചോദിക്കണ്ടായി, നിങ്ങൾ ചെയ്യണം, ഞങ്ങൾ അതും ചെയ്യണ്ട, നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാവേണ്ടവരാണ്. അപ്പോഴും സുഖമായി. അപ്പൊ പഠിച്ച ആൾക്കാർക്ക് എന്തായി? ഒന്നും ചെയ്യണ്ട. അതിനൊക്കെ പഴുതുകളുണ്ട് അവിടെ. ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഒഴിവുകഴിവ് സിദ്ധാന്തം അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ യോജിപ്പിക്കാൻ പറ്റും. എന്നാൽ ഇവർ പറഞ്ഞത് നമുക്ക് നിർവഹിച്ച് കൊടുക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അപ്പൊ അതിനൊരുപാട് പഴുതുകൾ. ഇങ്ങനെയാണ് ഒരുപാട് പ്രസ്ഥാനങ്ങൾ വ്യത്യാസത്തോടു കൂടി ഇവിടെ പ്രവർത്തിക്കുന്നതും, അല്ലേ? ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി, ഞങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞിട്ട് അതൊരു കടുംപിടുത്തുണ്ടാവില്ല, അല്ലേ? പക്ഷെ ഇതിന് ഉപരി മറ്റൊന്നുണ്ട്. അപ്പൊ എല്ലാം ശരിയാണോ? എല്ലാം ശരിയാണ്. എന്നാൽ എല്ലാം ഒന്നും ശരിയല്ല. അപ്പൊ ഈ ആചരണം എന്നുള്ളതിന് ഒരു പൊതു സ്വഭാവം ആവശ്യമാണ്. ആചരണങ്ങളിൽ പോയിട്ട് ഇപ്പോ 2 ദിവസം മുമ്പ് ഇവിടെ ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച ഉണ്ടായി. ഇപ്പൊ 2 ദിവസമായില്ലേ ഇപ്പോഴുള്ള വിഷയം? ഇനി കൊടുത്തിട്ടാ കുഴപ്പമാകുമോ? അപ്പോ ഈ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒരു ഏകത വേണം മാഷ് പറയുണ്ടായി. വളരെ നല്ലതാണത്. എല്ലാവരും പല കാലങ്ങളായിട്ട് പറയൽ തുടങ്ങിയതുമാണത്. പക്ഷെ ഇപ്പോഴും ഇല്ല. അതേപോലെ ആചരണത്തിലും ഇല്ല, വാക്കിലും ഇല്ല, അല്ലേ? ആർക്കും എന്തും പറയാം, അല്ലേ? നിധി കിട്ടിയതിനെ പറ്റിയിട്ടേ അത് പറഞ്ഞത്. അപ്പൊ അഥവാ ഇതൊക്കെ വല്ല ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യുന്നതാണ് മാസ്റ്റർ വേവലാതിൻ്റെ. എന്ത് മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ്. അപ്പൊ അതിനുള്ള വഴി മാഷം ഇട്ട് തന്നിട്ടുണ്ട്. ഒരു ഏകത വേണം, അതിനനുസരിച്ച് പറയുള്ളൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇപ്പൊ വേണ്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള വഴി തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഒരു ഏകത ഇല്ലായ്മ ഉണ്ട്. ആചരണത്തിൽ ഇത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്, ഇല്ലേ? അത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെ ആചരണം ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആചരണം ഇത്ര വരെ എത്തിക്കുള്ളൂ എന്ന് മനസ്സിലായാൽ മതി. അല്ലാതെ ആചരണം ഒരുപോലെ ആക്കാൻ നമ്മൾ ആരും വിചാരിച്ചാൽ കഴിയൂല. കഴിയോ?
കാലഘട്ടത്തിനനുസരിച്ച് വേണം, കാലത്തിനനുസരിച്ച് മാറണം അല്ലേ? പിന്നെ വ്യക്തികൾക്കനുസരിച്ച് മാറുന്നുണ്ട്, സ്ഥലങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ട് അല്ലേ? ദേശകാല വ്യക്തി പരിമിതിയിലോടൊത്തതാണ് ആചരണങ്ങൾ. പക്ഷേ അതില് എന്ത് എന്തിന് എന്നുള്ളത് അതിനൊരു ഏകതാഭാവം ഇല്ലെങ്കിൽ അല്ലേ? അതാണ് ഏകതാഭാവം എന്നുള്ളത് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് കത്തിക്കണം എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒറ്റ തിരിയെ വെക്കുള്ളൂ എന്ന് പറയും. അതെ. ഇപ്പൊ ഇങ്ങനെയുള്ള നിസ്സാരങ്ങളായ കാര്യം ആചരണങ്ങൾ പലതും ഉണ്ട്. സന്ധ്യ എന്ന് പറയുന്നത്, പ്രഭാത സന്ധ്യ എന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ യാമത്തെ കുറിച്ച് തന്നെ പല തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി അതിനും ശാസ്ത്രങ്ങളിൽ പഴുതുമുണ്ട്. ഇതിനൊക്കെ പഴുതുണ്ട്. ഇപ്പൊ ചോദ്യം അത് പരമാർത്ഥമല്ല ഇത് പരമാർത്ഥമാണ് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ പറഞ്ഞുകൊണ്ടു കഴിഞ്ഞാൽ ആചരണ ശുദ്ധി എന്ന് പറയുമ്പോൾ ആചരണം എന്ത്, എന്തിന്, എങ്ങനെ എന്നുള്ള 3 എണ്ണം ഉണ്ടല്ലോ അല്ലേ? ഈ എന്ത്, എന്തിന്, എങ്ങനെ എന്നുള്ളത് അറിഞ്ഞിട്ട് ചെയ്യപ്പെടുന്ന ആചരണങ്ങൾ എല്ലാം തന്നെ ആചരണങ്ങളായിട്ട് സ്വീകരിക്കുക എന്ന് പറയേണ്ടി വരും. അതറിയാതെ ചെയ്യുന്ന ഇവിടത്തെ ഞാൻ ചെയ്യുന്ന ആചരണം നല്ലതാണെന്നും പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഞാൻ ഇന്ന ആളുടെ ശിഷ്യനാണ്, ഇന്ന ആശ്രമത്തിൽ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ആചരണം തന്നെയാണ് ശരി പറയാൻ പറ്റുമോ? പറ്റില്ല. അത് വേറൊരു പദമായി തീരും. മറിച്ച് ഒന്ന് ചെയ്യാൻ പറ്റും. ഏത്? എന്ത്, എന്തിനെ, എങ്ങനെ. എന്തുകൊണ്ടത് പറയാൻ കാരണം? ജ്ഞാത്വ കർമ്മ സമാചരേ. അത് തിരുത്താൻ പറ്റില്ല. അറിഞ്ഞ് നല്ലതുപോലെ ചെയ്യൂ. ജ്ഞാത്വ കർമ്മ സമാചരേ, സമ്യക്ക് ആചരിക്കും, നല്ലതുപോലെ ആചരിക്കും. അല്ലാതെ തോന്നിയോണം ആചരിക്കലല്ല, അറിഞ്ഞിട്ട് തോന്നിയോണം ആചരിക്കലല്ല. നല്ലത് അറിഞ്ഞിട്ട് നല്ലതുപോലെ ആചരിക്കും, നല്ലതിനായി ആചരിക്കും. ഈ ഒരു ഭാവത്തോടു കൂടി ചെയ്യുക എന്നല്ലാതെ ഇതിനൊരു പൊതു സ്വഭാവം ഇല്ല. എന്നാൽ ഇതിന് പൊതു സ്വഭാവം വേണം. അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യണം? അറിഞ്ഞു എന്നിട്ട് ആചരിക്കണം. അറിഞ്ഞാൽ ആചരിക്കണം എന്നാ പറഞ്ഞത്. അറിഞ്ഞാൽ ആചരണമൊക്കെ പോയി എന്നല്ല, നമ്മൾ എത്തിയ തലത്തിനനുസരിച്ച് നമ്മൾ ആചരിക്കണം. ഒരു ഗൃഹസ്ഥാശ്രമി എന്താചരിക്കണമോ അത് ആചരിക്കണം. സന്യാസാശ്രമിക്ക് എന്താണ് ആചരിക്കേണ്ടത് അയാൾ ആചരിക്കണം അല്ലേ? അല്ല, ഞാൻ വലിയ വേദാന്തം പഠിച്ചിരിക്കുകയാണ്, ഇതൊക്കെ വെറുതെ നിത്യയാണ് എന്നൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞ് ഇനി ഒരു ആചരണം വേണ്ടെന്നല്ല. നമ്മൾ ഇരിക്കുന്ന മേഖല ഏതൊക്കെയാണോ ആ മേഖലയിൽ മാതൃക ആയി നല്ല അല്ലേ, മാതൃക ഹിന്ദു കുടുംബം അല്ലേ, അങ്ങനല്ലേ? ഒരു മാതൃക ഹിന്ദു കുടുംബമായിട്ട് ശാസ്ത്രത്തെ പറയിപ്പിക്കരുത് എന്ന് സാരം. അതാണ് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് ഞാൻ ഈ ദേഹകൃതം ആഗാമി പുണ്യം ഗച്ഛതി, അതുകൊണ്ട് ഇവിടെ പുണ്യവും പാപമൊക്കെ ഉണ്ട്. പുണ്യവും പാപവും ഉള്ളവരാണ് ഇത് ചെയ്യണത് അല്ലേ? പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ ചെയ്യണ പല കർമ്മങ്ങളും ആണല്ലോ. അതിന്റെ പിന്നിലൊരു പുണ്യചിന്ത ഉണ്ടാവും. പുണ്യം എന്ന് പറഞ്ഞാൽ നല്ലത് വരണേ എന്നുള്ള ചിന്ത, അഥവാ പാപം ഉണ്ടാവരുതേ എന്നുള്ള ചിന്ത ആയാലും മതി, അത് പുണ്യാണ്. ഇപ്പൊ രാത്രി അല്ല എന്ന് പറഞ്ഞാലും ഇപ്പൊ പകലാണെന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? ഇപ്പൊ പകലാണ് തന്നെയല്ലേ അല്ലേ? അപ്പൊ ചിലര് പറയാറുണ്ട്, എനിക്ക് നല്ലത് വരണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല, പക്ഷെ ചീത്ത വരരുതേന്നേ പറയാറുള്ളൂ. അതിന്റെ അർത്ഥം രണ്ടും കണക്കന്നെ. ഒരാളും എനിക്ക് വേണ്ടാധീനങ്ങൾ വരരുത്, എനിക്ക് രോഗങ്ങൾ വരരുത് എന്ന് അല്ല ചിന്തിക്കുന്നത്. എന്താ? അല്ല, എനിക്ക് സുഖം വരണം എന്നല്ല ചിന്തിക്കുന്നത്. പിന്നെന്താ? രോഗം വരരുത് എന്നെങ്കിലും ചിന്തിക്കുന്നുണ്ട്. സുഖമൊന്നും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടില്ല എന്നൊക്കെ മനസ്സിലായി. അപ്പോഴെന്തായി? എന്നാലും ഒരു ഉൾപോക്കറ്റ്, ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഉണ്ട്. അപ്പൊ അത് പുണ്യല്ലേ? അത് പുണ്യല്ലേ? അതാണ്. അപ്പൊ നമ്മളുടെ പുണ്യകൃതങ്ങളായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോ എന്താണ്? ഇന്ന് നമ്മൾ ചെയ്യുന്നതൊക്കെ ഇവിടെ തത്വബോധം പഠിക്കാൻ വരുന്നത് പോലും പുണ്യം കിട്ടാനാണ് എന്ന് പറയേണ്ടി വരും. അതെ, ഒരു പുണ്യാണല്ലോ മറ്റൊരു പുണ്യത്തിന് കാരണം. കിട്ടി ശീലായി കഴിഞ്ഞാൽ പിന്നെ പിന്നെയും പോകുമല്ലോ. അങ്ങനെയുണ്ടല്ലോ ഇല്ലേ? ഒന്നും കിട്ടേണ്ടാത്തവരായിട്ട് ആരാ ഉള്ളത്?
പിന്നെ പ്രയോജനമനുദിശ്യ മന്ദോപി പ്രവർത്തതയെ, പ്രയോജനമില്ലാത്ത കാര്യത്തിൽ മൂഢന്മാർ പോലും പ്രവർത്തിക്കുന്നില്ലെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടില്ലേ? ജ്ഞാനികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ജ്ഞാനികൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പോണത്? അത് ശരിയാണ്. കിട്ടിയാൽ ഫലാപേക്ഷ ഉണ്ടല്ലോ. ഫലാപേക്ഷ ഇല്ലേ? ഇല്ല. എന്നാ പിന്നെ കാഷായം. എന്നാ പിന്നെ കാഷായം. ഇന്നാളെ ഒരാൾ പറഞ്ഞു, ഞാൻ കാഷായം എടുക്കാത്തത് കാഷായം മോശമാണ് വിചാരിച്ചിട്ടൊന്നുമല്ല, ഇതെടുത്താലെന്താ, അപ്പൊ കാഷായം ഉടുക്കരുത് എന്നുള്ള തോന്നലും അല്ലേ? കിട്ടിയാൽ അത് ഉടുക്കില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ലേ? ഞാൻ ഇത് അപ്പൊ ഒന്നും മിണ്ടാൻ പറ്റില്ല അവിടെ. അതെ അതെ, അങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ ഉള്ളിൽ കാഷായം, പുറത്ത് കഷായം വേണ്ടേ പുറത്ത്, അത് നല്ലതാ. ഏതായാലും ഇവിടെ പറയുന്നത് എന്താണ്? പുണ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. സുഖം സുഖം ശോണിയനാകമാക്കാൻ വേദസ്തു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങെന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹരാചരങ്ങൾ. ഇതിലുള്ളതല്ല. സുഖം സുഖം ശോണിയെ നാഗമാക്കാൻ, അല്ലെ? സ്വർഗമാക്കാൻ വേണ്ടി. എന്ത് സുഖം എവിടെയാണെന്നുള്ള അന്വേഷിച്ച് ഇങ്ങനെ പോവുക, പ്രകൃതി പ്രേരിതരായി, വശകരായി. അവിടെ പോയാൽ സുഖം കിട്ടും, ഇത് കിട്ടിയ സുഖം ഉണ്ടാവും, അവിടെ പോയാൽ സുഖം കിട്ടും എന്ന് വിചാരിച്ച് സുഖത്തിനായിക്കൊണ്ട് പരക്കം പായുന്നു. അങ്ങനെയായി ഈ ലോകം തന്നെ നിൽക്കുന്നത്. ഈ ലോകം നിൽക്കുന്നത് തന്നെ പുണ്യചിന്തയിലാണ്, അല്ലേ? അങ്ങനെയുള്ള ചിന്തയിൽ നിന്ന് എന്താ, ഇല്ലെങ്കിൽ ഈ ലോകസ്ഥിതി തന്നെ അവതാളത്തിലാവും, ആകെ പ്രശ്നമാവും. അതുകൊണ്ട് പക്ഷെ എന്തുണ്ട് എന്ന സുഖം അങ്ങനെ അവശരാവുകയാണ് നമ്മൾ. അവസാനം സുഖത്തിന്റെ പിന്നാലെ പരക്കം പാഞ്ഞ് തേജസ് നഷ്ടപ്പെട്ട് പിന്നെ പരമാർത്ഥ ജ്ഞാനം, വാസ്തവികമായ സുഖത്തെ അന്വേഷിക്കാൻ പോലും ശാരീരികവും മാനസികവും ബുദ്ധിപരമായിട്ടും കഴിവില്ലാതെ അവസാനം ചത്തുപോകുന്നു. പാപം ശിവ ശിവ. അത് മനസ്സിലാക്കിയ ആചാര്യന്മാർ മുമ്പേ കണ്ടിട്ടറിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മൂക്ക് പിടിക്കുന്നതിന് പകരം ഇങ്ങനെ മൂക്ക്. അത്രേ വ്യത്യാസം, അത്രയല്ലോ. ഏതായാലും എന്റെ മാർഗത്തെ തന്നെയാ പിന്തുടരുന്നെന്ന് ഭഗവാൻ പറയുന്നത്. ഏതൊരാൾ ഏത് മാർഗത്തിൽ പോയാലും എങ്ങോട്ടൊഴുകിയാലും പുഴ അവസാനം അതിൽ തന്നെ. അത്രേ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒഴുകിയാൽ ഇത് മനസ്സിലായി, പരമാർത്ഥ അപ്പൊ ഒന്നും ബന്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പുണ്യവും പാപവും, പുണ്യം എന്നുള്ളത് നമ്മുടെ സമ്പാദ്യം, പാപം എന്നുള്ളതും നമ്മുടെ സമ്പാദ്യം. അതുകൊണ്ട് ഈ വേദാന്ത ശാസ്ത്രങ്ങൾ ഒക്കെ പഠിക്കുന്നത് മുഴുവൻ എന്തിനാന്ന് ചോദിച്ചാൽ പുണ്യം കിട്ടാനല്ല. എന്നാ പിന്നെ പാപത്തിനാവും, അല്ല, രണ്ടിനും അല്ല. പുണ്യത്തെ പോലും സമർപ്പിക്കാനാണ്. എന്താ അഭിപ്രായം? പാപത്തെ പുണ്യമാക്കാൻ വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യണം. ആ പുണ്യത്തെയും കൂടി നീക്കണം. പുണ്യമാണ് സ്വർണ്ണച്ചങ്ങലയായിട്ട് വന്നത്, അല്ലെ? ഇരുമ്പും ചങ്ങല അല്ല, സ്വർണ്ണച്ചങ്ങല. ആ സ്വർണ്ണച്ചങ്ങലേനെ എന്ത് ചെയ്യണം? അതും ചങ്ങലയാണ്. ചങ്ങല എന്ന് പറഞ്ഞാൽ ബന്ധന സ്വഭാവത്തോടൊപ്പമാണ്. ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, ആശ്രമങ്ങളിലൊക്കെ സൈഡ് സഞ്ചി തൂക്കി വരുന്ന ഒരുപാട് ആളുകൾ. ദക്ഷിണ വാങ്ങാനല്ല, കൊടുക്കുക തന്നെ ചെയ്യുക, അതൊന്നും കുഴപ്പമില്ല. അവനവന്റെ കർത്തവ്യ കർമ്മങ്ങളെ ചെയ്യാതെ സന്യസിക്കോ? അതുമില്ല. എന്നാ ഗൃഹസ്ഥാശ്രമിയാവോ? അതുമില്ല. മൂന്നാമതൊരു മാർഗം ശാസ്ത്രം പറഞ്ഞിട്ടുമില്ല, അവരും പഠിച്ചിട്ടില്ല. എന്നാലും അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അല്ല, ചിന്തിച്ചു നോക്കൂ, ഏതാശ്രമത്തിലുണ്ടാവും. ഒന്നും അല്ലാതെ കാലം കഴിയും. ഈശാവാസ്യോപനിഷത്ത് തുടക്കം തന്നെ പറയണത് സന്യാസത്തിന് വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് മുഴുവൻ എന്തിനാ? 100 കൊല്ലക്കാലം ജീവിക്കുകയാണെങ്കിൽ പരമായുസ് വരെ എന്താ മുഴുവൻ കിട്ടിയാലും ശരി, അത്രയും കാലം കർമ്മം ചെയ്ത് ജീവിക്കൂ.
പക്ഷെ ഇത് രണ്ടും അല്ലാത്തൊരു ഗതി എവിടെയും പറയണില്ല. എന്നാലും അതായിരിക്കും ബഹുഭൂരിപക്ഷം പേര്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഈ പുണ്യത്തിൽ ബന്ധിക്കപ്പെടുന്നവരും അനേകമുണ്ട് അല്ലേ? ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ പുണ്യം കിട്ടുന്നതാണ് എന്ന് വിചാരിച്ച് ഈ ഗതാഗതം പോക്കുവരവ് ഗീത പറഞ്ഞില്ലേ, തേത്വം ഭുക്ത്വാ സ്വർഗലോകം വിശന്തി അല്ലേ? തേത്വം ഭുക്ത്വാ സ്വർഗലോകം അല്ലേ? ക്ഷീണേ പുണ്യേ മർത്യലോകം. സ്വർഗത്തിൽ പോയിട്ട് സുഖഭോഗങ്ങൾക്ക് വേണ്ടി കാരണമായിരിക്കുന്നത് സമ്പാദിച്ചിട്ട് അവിടെ പോയിട്ട് എന്തായി? അത് ഉപഭോഗം കൊണ്ട് ക്ഷയിക്കും. പിന്നെ സമ്പാദിക്കാൻ അങ്ങോട്ട് വന്നു. ഒരു ചൊവ്വാഴ്ച അതൊക്കെ കേട്ടു, അടുത്ത ചൊവ്വാഴ്ച വരെ ആയി, അപ്പോഴേക്ക് ക്ഷയിച്ച് വന്നു. അടുത്ത ചൊവ്വാഴ്ച പിന്നെ സമ്പാദിച്ചു, പിന്നത്തെ ചൊവ്വാഴ്ച വരെ. മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. ചിലപ്പോൾ ഒരു മാസത്തിൽ ഒന്നുണ്ടാവും, അടുത്ത മാസമാകുമ്പോഴേക്ക് അത് മുഴുവൻ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ കൊല്ലത്തിലൊരു പ്രാവശ്യം. ഇതിപ്പോ നമ്മൾ വളരെയധികം സമ്പാദിക്കുന്നവരാ, കൂടുതൽ സമ്പാദിക്കുന്നവരാ. ചോർന്ന് പോണതിന് മുമ്പ് ഒരാഴ്ച, അപ്പൊ വളരെ കേമന്മാരാ. നമ്മളൊക്കെ വളരെ പുണ്യം സമ്പാദിക്കുന്നവരാ. അതുകൊണ്ട് ചൊവ്വാഴ്ച പുണ്യം സമ്പാദിക്കുന്നത്. അപ്പൊ പുണ്യം സമ്പാദിച്ച് എന്ത് ചെയ്യുന്നു? ഈ സമ്പാദിക്കുക എന്നുള്ളതിൽ തന്നെ കുടുങ്ങി പോകരുതേ എന്നാ പറഞ്ഞത്. പിന്നെ എന്താ വേണ്ടത്? ഈ സമ്പാദിച്ച പുണ്യം എന്ത് വേണം? കൊടുക്കണം. ആർക്ക് കൊടുക്കുമ്പോ? ആർക്കാ കൊടുക്കുക? കൊടുക്കണമെങ്കിൽ ഒരൊറ്റ പണിയുള്ളൂ. എന്താ പണി? വാങ്ങി വെച്ചാൽ മാത്രം പോരാ, കൊടുക്കാനും തയ്യാറാവണം. ഏത്? പുണ്യം സമ്പാദിച്ചു, അത് അവനെടുത്താ പോരാ. പിന്നെന്ത് വേണം? അത് അവനവനത് ശരിക്കും മനസ്സിലാക്കിയിട്ട് മനന ധ്യാന നിധിധ്യാസനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രവണത്തിലൂടെ അല്ലേ? ശ്രവണം, പിന്നെയോ നിധിധ്യാസനത്തിലൂടെ ഒക്കെ എന്ത് ചെയ്യണം? പിന്നെ അത് വെറുതെ വെക്കരുത് പറഞ്ഞാൽ കേട്ട പാതി കേൾക്കാത്ത പാതി പോയിട്ട് ഉപദേശിക്കാനും പോകരുത്. വിരോചനന്റെ പോലെ അതും പാടില്ല. പിന്നെന്താ വേണ്ടത്? കേട്ടതിന് ശേഷം ഗുരുനാഥനിൽ നിന്ന് കേട്ടു, നമ്മുടെ ഗുരുജനങ്ങളിൽ നിന്ന് കേട്ടതിന് ശേഷം എന്ത് വേണം? പാല് ഉറക്കൂട്ടുന്നത് പോലെ കുറച്ച് തൈര് തൈര് മോര് വാങ്ങിയിട്ട് വേണ്ടേ വാങ്ങിയിട്ട് എന്ത് ചെയ്തു? അതിലേക്ക് ഒഴിച്ച്, എന്നിട്ടോ അപ്പൊ തന്നെ കടയാൻ പോകരുത്. പിന്നെ എന്ത് വേണം? കുറച്ചു നേരം വെറുതെ വെക്കണം. അങ്ങനെയല്ലേ? വെറുതെ ഇരിക്കണം. കുറച്ചു നേരം വെറുതെ വെച്ചിട്ട് വേണം എന്ത്? കടയാൻ. ഈ പ്രക്രിയ ഇതിലും വേണം. അപ്പോഴേ എന്തുണ്ടാവുന്നല്ലോ? അതുവരെ കാണാത്ത വെണ്ണ പൊന്തി വരും അല്ലേ? വെണ്ണ ആദ്യം ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. വെണ്ണ അതിൽ നിന്ന് പൊന്തി നിൽക്കും. പക്ഷെ വെണ്ണയും കേടുവരും കേട്ടോ. വെണ്ണയും കേടില്ലേ? പക്ഷെ മറ്റൊന്ന് വേറെ രുചിക്കും ഇല്ലല്ലോ. ഗുരുനാഥനിൽ നിന്ന് കേട്ടു ഉറക്കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്തു? വെറുതെ കുറച്ചു നേരം വെക്കണം. കുറച്ചൊക്കെ അല്ലേ മനനം ചെയ്യണം. പോയിട്ട് മനനം ചെയ്തിട്ട് അത് വെണ്ണയാവണം. പക്ഷെ വെണ്ണയും കേടുവരും അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോഴേക്ക്. വെള്ളത്തേക്ക് ഇട്ട് അത് കേടുവരും. പിന്നെ എന്താ പണി? എന്നും ഈ പ്രക്രിയ തുടർന്നാൽ പോരാ. ഈ വെണ്ണ ഒരുക്കൂട്ടി വെച്ചിട്ട് അത് ഉരുക്കണം. അത് ചട്ടിയിലേക്ക് ഇടുമ്പോ ഒരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവില്ലേ? അതിന് വെള്ളത്തിന്റെ അംശം തീരുന്നത് വരെ. കാരണം വെള്ളത്തിന്റെ അംശം ഇതിൽ മുഴുവൻ പോയിട്ടില്ലേ? ഈ സംസാരത്തിന്റെ അംശം അതിലുണ്ട്. കേട്ടാലും അതും ഏറ്റവും കൂടി നമ്മളൊരു യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അംശം അങ്ങനെ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ശാന്താവും അല്ലേ? വെള്ളത്തിന്റെ അംശം മുഴുവൻ പോകുമ്പോ അപ്പോ അത് നല്ല നെയ്യാവും. ആ നെയ്യ് സൂക്ഷിച്ചേക്കുക. വെള്ളത്തിന്റെ അംശം തീരെ ഇല്ലാത്ത നെയ്യുണ്ടല്ലോ, പഴയ നെയ്യ്, അതാണ് ഈ വൈദ്യന്മാർക്കൊക്കെ ആവശ്യം. ഏറ്റവും പഴയ നെയ്യുണ്ടെങ്കിൽ അത് നല്ല ഔഷധം. അതുകൊണ്ട് സംസാര രോഗഹരമൗഷധമദ്വിതീയം. ഈ സംസാരമാകുന്ന രോഗത്തിന് അദ്വിതീയമായ ഒരു ഔഷധമുണ്ട്. ആ ഔഷധം ഏതാ? വെറുതെ വെച്ചാ പോരാ, അതിന് എന്നിട്ട് എന്ത് ചെയ്യണം? അത് കൊടുക്കണം. കൊടുക്കണ സമയത്ത് എന്തുണ്ടാവും?
ഇങ്ങനെ ചെയ്തതേ കൊടുക്കാവൂ, തനിക്ക് ബോധ്യം വരാത്തത് തനിക്കോ ഭാരമായി വട്ടായി അത് മറ്റുള്ളവരും കിടക്കട്ടെ തലേക്ക്, അങ്ങനെയല്ല. അങ്ങനെ ഉണ്ട് ചിലർ. ഞാനോ അങ്ങനെ ആയി മറ്റവരെയും കൂടി അല്ല, തനിക്ക് ആനന്ദപ്രദമായ ആശയ വഴി താൻ സ്വീകരിച്ചു, ഗതികേട് കൊണ്ടായതല്ല. ഏതായാലും ഇങ്ങനെയൊക്കെ ആയി, ഇനി ഏതായാലും മറ്റുള്ളവരെയും കൂടി അങ്ങനെ ആക്കാം, അങ്ങനെയല്ല കേട്ടോ. പിന്നെന്താ വേണ്ടത്? താൻ ഏതായാലും ഞാൻ സ്വീകരിച്ച മാർഗം ശ്രേഷ്ഠമാണ്, അതിന്റെ ഉറപ്പോടുകൂടി ഈ ശാന്തിയിലേക്ക് നിങ്ങളും വരൂ എന്ന് പറഞ്ഞ് ആനന്ദത്തോടുകൂടി അത് വിതരണം ചെയ്യാൻ തുടങ്ങുമ്പോൾ, അർഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അപ്പോഴും രണ്ട് വശം ഉണ്ടാവും. അമ്മയെ തച്ചാൽ രണ്ട് പറയുന്നവർ അവിടെ ഉണ്ടാവും, അതുണ്ടാവും. അവിടെയാണ് ആ ജ്ഞാനി ദേഹകൃതം ചെയ്യുന്ന ദേഹകൃതം എന്ത് കർമ്മങ്ങള് അവശ്യം സ്വീകരിക്കുന്ന ആളുടെ മനോഭാവം കൊണ്ടോ കൊടുക്കുന്ന ആളുടെ ഭാവം കൊണ്ടോ ഒക്കെ നല്ലതുണ്ടെങ്കിൽ ചീത്തയും ഉണ്ടാകും. ഉണ്ടാവില്ലേ? നല്ലതിൻ്റെ ഒപ്പം ചീത്ത ഉണ്ടാവില്ലേ? നല്ലത് മാത്രം കൊടുക്കുന്ന ഒരു ആചാര്യ പദവിയിൽ എത്തിയിട്ട് കൊടുക്കുമ്പോൾ പ്രശ്നമില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? പുണ്യം ഒഴിവാക്കാനാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞത്. അപ്പോ കൊടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തുണ്ടാവും? നമ്മളുടെ അവശ്യം എന്തുണ്ടാവും? ചിലതൊക്കെ വിപരീതവും നമ്മളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടാവും, ഉണ്ടാവില്ലേ? ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ നിലയ്ക്ക് ഇരിക്കില്ല, കുറച്ച് ലൗകികവും കുറച്ച് ഇല്ലേ, അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ സന്യസിച്ചു പോയി, സന്യസിച്ചുകൊണ്ട് ബാഹ്യമായ സന്യാസം കൊണ്ട് എത്തിയെന്നൊന്നും പറയുന്നില്ല, എന്നാലും എന്തുണ്ടാവും? സന്യസിച്ചു പോയി വരും. അപ്പൊ ലോകത്തിൽ ലോക ജീവിതത്തിൽ തുടരുന്നുണ്ടെങ്കിലും അവർക്കും കൊടുക്കാന്നാ പറഞ്ഞത്. ശരിക്കും ഉപദേശിക്കേണ്ട ആളാരാ? ആചാര്യനാരാ? സന്യാസിയല്ല. ആരാ? ഗൃഹസ്ഥനുമല്ല. ആരാ? ഗൃഹസ്ഥാശ്രമിയ. അച്ഛനോ അമ്മയോ ആരാവട്ടെ, അത് ഗൃഹസ്ഥാശ്രമിയാണല്ലോ. ഗൃഹസ്ഥാശ്രമിയാണ് ഉപദേശിക്കേണ്ടത്, ഗൃഹസ്ഥനല്ല. സന്യാസിയുടെ പണിയല്ല. സന്യാസിയുടെ പണി എന്ന് പറഞ്ഞാൽ സന്യാസ എന്നുള്ളത് യതി നിയമം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ തന്നെ ആ നിയമം അതല്ല. പിന്നെ ആപദ്ധർമ്മം എന്നോണമാണ് സന്യാസിമാര് അത് ഏറ്റെടുത്തത്. ഗുഹയിലും കാട്ടിലും പോയി ഇരുന്നാ പോരാ, ലോകസംഗ്രഹാർത്ഥം ചെയ്യൂ. അപ്പൊ അവരെ സംബന്ധിച്ചല്ല ഇവിടെ പറയേണ്ടത്. ഏതാണ്? പുണ്യോ ഭാവോ എന്നുള്ളത് സന്യാസിയെ സംബന്ധിച്ചല്ല. പിന്നെ ആരെ സംബന്ധിച്ച? ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഇത് പുണ്യം സമ്പാദിച്ചു കഴിഞ്ഞാൽ പുണ്യസമ്പാദനം പോലും എന്ത് ചെയ്യണം? ദാനം ചെയ്യണം. ആ ദാന പ്രക്രിയയിൽ അത് കൊടുക്കുന്ന സമയത്ത് ആരാണോ തന്നെ നിന്ദിക്കുന്നത് അവർക്ക് പാപം പോവും. സന്യാസിനെ ഒഴിവാക്കി. മനസ്സിലായല്ലേ? ട്രിക്ക് മനസ്സിലായി? അത് അങ്ങനെ തന്നെയല്ലേ? സന്യാസിയല്ലല്ലോ ഉപദേശിക്കേണ്ട, ആപധർമ്മമായിട്ട് വന്നതല്ലേ? ആപധർമ്മമായ സന്യാസിയെ സംബന്ധിച്ച് പുണ്യവും ഭാവം ചർച്ച തന്നെ ചെയ്യപ്പെടാൻ പറ്റില്ല. അയാൾക്ക് കർമ്മം തന്നെ അല്ല, പിന്നെ എങ്ങനെയാണ് പറ്റി പുണ്യവും ഭാവം പറയാൻ പറ്റും? പക്ഷെ ജ്ഞാനി എന്ന് പറയാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ഉപദേശിക്കേണ്ടത് ആപദ്ധർമ്മം എന്നോണമാണ്. ഏത്? അതെ, ഒരാളുടെ അഭാവത്തിൽ മറ്റൊരാൾ വന്നൂന്നേ ഉള്ളൂ. അയാൾക്ക് അധികാരമില്ല. എന്തധികാരമില്ല? അയാൾക്ക് ഈ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാൻ അധികാരമില്ല. മറ്റാൾ ഏൽപ്പിച്ച പണി ചെയ്യാനേ പറ്റുള്ളൂ. അല്ലേ? സെക്രട്ടറി ഇല്ലാത്ത സമയത്ത് അല്ലേ ജോയിന്റ് സെക്രട്ടറിയെ നിയമിക്കുന്നത് പോലെ അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ? അതേപോലെ അത്രയേ ഉള്ളൂ. അല്ലാതെ സന്യാസി അല്ല ഇതിൽ കേമൻ, വിതരണം ചെയ്യല്ലേ. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയാണ്. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ട്? പുണ്യം പോലും മുക്തിക്ക് തടസ്സമാണ്. പാപമല്ല, പാപം പുണ്യത്തിന് തടസ്സമാണ്, പുണ്യം മോക്ഷത്തിന് തടസ്സമാണ്. അപ്പൊ ഞങ്ങൾ പുണ്യം കിട്ടാൻ ഇങ്ങോട്ടല്ല വരേണ്ടത്. അത് ചെയ്യേണ്ടത് വൈദിക കർമ്മങ്ങൾ നല്ലതുപോലെ അനുഷ്ഠിക്കണം. നല്ലോണം ജീവിതത്തിൽ നല്ലവണ്ണം പുണ്യകർമ്മങ്ങളെ ചെയ്യണം. ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെ ചെയ്യണം. ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക അല്ലെ? ഇഷ്ടിക്ക് ആയിക്കൊണ്ട്, ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഹോമം, അതുകൊണ്ടുണ്ടായത് ഇഷ്ടിക. അതിന് ഉപയോഗിക്കുന്ന കട്ടയായതുകൊണ്ട് ഇഷ്ടിക. അതിന്റെ ഇഷ്ടകർമ്മങ്ങൾ അല്ലേ?
പിന്നെയോ പൂർത്തകർമ്മങ്ങൾ, പൊതുവായിട്ട് കുളം കുഴിക്കുക, പൊതുവായിട്ട് കിണർ കുഴിക്കുക. അവനാണ് കുളം കുഴിക്കലും കിണർ കുഴിക്കലല്ല, പൊതുവായിട്ട് റോഡ് വെട്ടുക, ഇതൊക്കെ പൂർത്തകർമ്മങ്ങളിൽ പെടും. ഇങ്ങനെയുള്ള ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, സേവനങ്ങൾ ചെയ്യുക, അമ്പലം പണി കഴിപ്പിക്കുക, അമ്പലത്തിൽ സ്വർണം പൂശണ്ട കേട്ടോ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ ആര് ചെയ്യേണ്ടതാണ്? ഗൃഹസ്ഥാശ്രമി ചെയ്യേണ്ടതാണ്. പൂർത്തകർമ്മങ്ങളിൽ നിന്നും അയാൾ ഒഴിഞ്ഞു മാറാൻ പാടില്ല. അതൊക്കെ ചെയ്യണം, വേണ്ടേ? സത്കർമ്മങ്ങളൊക്കെ. അതിന് പുണ്യം വന്നു ചേരുന്നുള്ള ഉറപ്പാണ്. നല്ലത് ചെയ്താൽ നല്ലത് വരുന്ന ഉറപ്പാണ്. അങ്ങനെ നല്ലത് ചെയ്യാൻ തോന്നിയാൽ ചെയ്യുന്ന വേണം, പിന്നെ ചെയ്യാൻ തോന്നിയില്ലെങ്കിലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ഇല്ലാതാവില്ല. നല്ലത് ചെയ്താൽ നല്ലത് വരുമല്ലോ. ആ നല്ലത് വന്നാൽ വീണ്ടും നല്ലത് ചെയ്യാൻ തോന്നില്ലേ? നേരത്തെ പറഞ്ഞു ടി വി വന്നു, ഇത് കേട്ടപ്പോ ഒരു സുഖം, മറ്റേ കൊല്ലാപ്പൊന്നൊക്കെ ഒന്ന് ഒഴിവായിട്ട് കുറച്ചു നേരം ഇരിക്കാലോ, അപ്പൊ ഒരു സുഖമായി. അപ്പൊ ആ സുഖം എന്നുള്ള ചിന്തയെന്ന് ആ ഫലാപേക്ഷയോടുകൂടി വീണ്ടും ആ സുഖത്തിനായിക്കൊണ്ട് ഒത്തുകൂടിയാലും പോരെ. ഇങ്ങനെയൊന്നും ഇതിനെ പറയരുതേ. അവിടെ എത്തിയിട്ടുള്ളൂ എങ്കിൽ ഇതിലേറെ സുഖം കിട്ടുന്ന മറ്റു പല കേന്ദ്രങ്ങളും ഉണ്ട്. അത് കിട്ടിയോണ്ടല്ലേ അവർ പോകണം. അവിടെ സുഖമല്ല അവിടത്തെ, പിന്നെന്താ പുണ്യമല്ല ഇവിടത്തെ. ഇത് പഠിക്കുന്ന പുണ്യത്തിനല്ല, അതിന് നല്ല സത്കർമ്മങ്ങളെ ചെയ്യണം. ദുഷ്കർമ്മങ്ങളെ ചെയ്താൽ തൽക്കാലം സുഖമാണെന്ന് തോന്നിയേക്കാം, പിന്നെ ഒരിക്കലും സുഖം കിട്ടാത്ത വിധത്തിൽ അതായിത്തീരും. അതാണ് വ്യത്യാസമുള്ളത്, വരവ്. അവിടെ സത്കർമ്മം ചെയ്താൽ പുണ്യം ഉണ്ടാവും, വന്ന് ചേരി തന്നെ ചെയ്യും. നല്ലത് ചെയ്താൽ നല്ലത് വരി തന്നെ ചെയ്യും, വേണ്ടെന്ന് പറഞ്ഞാൽ കിട്ടും. പ്രാർത്ഥിക്കണ്ട. പക്ഷേ അതുപോലും എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുന്നു. അതെന്ത് വേണം? അപ്പൊ ഗൃഹസ്ഥാശ്രമിയെ പോയി നല്ലോണം, ഗൃഹസ്ഥാശ്രമിയെ പോയി ആര് നമസ്കരിക്കുന്നുവോ, സ്തുതിക്കുന്നുവോ, ഭജിക്കുന്നുവോ, അർപ്പിക്കുന്നുവോ, എന്താ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? അവരുടെ പുണ്യഫലമൊക്കെ കിട്ടിപ്പോകുന്നു. ഇനി അവരെ വേണമെങ്കിൽ ഋഷിമാരായിട്ടുള്ളൂ കേട്ടോ. ഋഷയോ മന്ത്രദ്രഷ്ടാരഹ. ഗൃഹസ്ഥാശ്രമികളാണല്ലേ ഋഷിമാരാവുന്നത്, അല്ലേ? അല്ലേ? അവര് ഋഷി തുല്യരാണ്. അവർ ഏത് വീട്ടിലെ ഏത് ഭാര്യ, ഭർത്താവ്, കുട്ടികൾ ഏത് റോളിൽ അവർ അഭിനയിച്ചോട്ടെ, അവര് ഗൃഹസ്ഥാശ്രമിയാണ്. പോരാ, അതിനുപരിയും എത്തിയവരാവാം. ഋഷി തുല്യരായ അനേക ആളുകളുണ്ട്, അല്ലേ? ബാലൊന്നും കളഞ്ഞോളന്നൊന്നുമില്ല. ബ്രഹ്മസൂത്രം തുടങ്ങി വെച്ചതാരായിരുന്നു ഇവിടെ? ഇവിടെ അറിയോ? ശ്രീരാമകൃഷ്ണാശ്രമത്തില് 10-15 കൊല്ലായിട്ട് തുടരുന്ന ബ്രഹ്മസൂത്രം. അല്ല, നായരാണ്. അതാ പറഞ്ഞത്, പാലും കൂടി മാറ്റണമെന്നില്ല എന്നാണ്. സന്യാസി ശിഷ്യന്മാര് പോലും ഉണ്ട് കാര്യങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ പറഞ്ഞുകൊണ്ടുവന്നത്, ഇവിടെ സന്യാസിയെ സംബന്ധിച്ച് പുണ്യമില്ല, പാപമില്ല. ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് അത് മുന്നോട്ട് വരണം. ഇതൊക്കെ പഠിച്ച് നമ്മൾ പോയിരുന്ന് അതൊക്കെ സ്വാമിയന്മാരുടെ പണിയല്ലേ, അവര് വന്നെടുത്തോട്ടെ എന്ന് പറയാൻ പാടില്ല. മനസ്സിലായല്ലോ? ഈ ഉപനിഷത്ത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ടതാരാ? പിന്നെ ക്ലാസ് എടുക്കേണ്ടതാരാ? ഏതായാലും ചെയ്യേണ്ടത് ആരാ? ഗൃഹസ്ഥാശ്രമികളാണെന്നുള്ള ഓർമ്മിപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന അപ്പൊ പുണ്യം പോയാലേ എന്തുണ്ടാവുള്ളൂ? മോക്ഷത്തിലേക്ക് എത്തൂ എന്ന് പറയാനാണ് ഇത് കൊണ്ടുവന്നത്. ആത്മവിദ് ആത്മൈവ ഭവതി എന്ന പ്രമാണം, തരതി ശോകമാത്മവിദ് ഇത് ശ്രുതേഹേ. ആത്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യുന്നു എന്ന് ശ്രുതി. ശ്രുതിയിൽ തർക്കമില്ല. തനും ത്യജതു വാ കാശ്യം ശുഭസ്യ ഗൃഹേ അഥവാ ജ്ഞാനസംപ്രാപ്തി സമയേ മുക്തോസൗ വിഗതാശയ ഇത് സ്മൃതേശ്ച. ജ്ഞാനിദേഹം ത്യജിക്കുന്നത് കാശിയിലാവട്ടെ, ചണ്ടാളന്റെ കുടിയിലാവട്ടെ, ജ്ഞാനസംപ്രാപ്തി സമയത്ത് തന്നെ എല്ലാ ആശകളിൽ നിന്നും മുക്തനായ ആ ജീവൻ മുക്തൻ തന്നെയാണ് എന്ന് സ്മൃതിയും പ്രഖ്യാപിക്കുന്നു. സ്മൃതി ശ്രുതികളും ഉദ്ധരിച്ചു. കാശി എന്നതുകൊണ്ട് ഏറ്റവും പാവനമായ സ്ഥലത്തെയും
ചണ്ടാലഗൃഹം എന്നുള്ളത് കൊണ്ട് ഏറ്റവും നികൃഷ്ടമായ സ്ഥലത്തെയും സൂചിപ്പിച്ചു. ഇത് അറിയുന്ന ഒരാള് ഗൃഹസ്ഥാശ്രമി എവിടെ എന്ത് എങ്ങനെ ആയിക്കോട്ടെ അയാൾക്ക് ഒരാവലാതിയുമില്ല, ഒരു പരാതിയുമില്ല. എന്താ, അയാൾ എവിടെ കിടന്ന് മരിച്ചാലും, ഉരുണ്ടുപരണ് മരിച്ചാലും, വാനം തട്ടി മരിച്ചാലും, ഇനി ആരെങ്കിലും കൊണ്ടുപോയിട്ട് സമാധിയാണ് ഇരുത്തിയാലും, അങ്ങനെ ഇരുത്തലൊക്കെ ഉണ്ടല്ലോ, ഇരുത്തിയാലും ശരി, സംഗതി അയാൾ അതിലൊന്നുമല്ല ഇരിക്കുന്നത്. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാണ്, ജീവൻ മുക്തനാണ്. പിന്നെ മരിച്ചു പോയിട്ട് അയാൾക്ക് ഒരു മുക്തി കിട്ടാനൊന്നുമില്ല. അപ്പൊ ആ ജീവൻ മുക്തിയിലേക്ക് എത്തിച്ചേരാൻ ഒരു ഗൃഹസ്ഥാശ്രമിയെ എത്തിക്കാൻ ഉള്ള വഴിയാണ്, തടസ്സമായിട്ട് നിൽക്കുന്നത് പുണ്യമാണ്. അതുകൊണ്ട് എൻ്റെ പുണ്യവും അങ്ങയുടെ അമ്പിനാൽ ഭേദിക്കപ്പെടണമേ എന്ന് രാമായണം. പാപമല്ല, പുണ്യവും. ശരി, അതുകൊണ്ട് ഇവിടെ പറയാണ്, ശ്വാവിനെ നായയെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നവൻ ആരാണ്? ചണ്ടാളൻ. സ്വജീവനെ അവിടെ ചിന്തിക്കുമ്പോൾ അവിടെ ചണ്ടാളനാണ് എന്നുള്ള ഒരു അർത്ഥം നമുക്ക് അവിടെ എടുക്കാം, ഏത് ഗീതാശ്ലോകത്തിനനുസരിച്ച്. ഇവിടെ ചിന്തിക്കേണ്ടത് സ്വജീവനെ തൃണവൽക്കരിച്ചും യജമാനനോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് ആര്? നായ. അങ്ങനെയുള്ള ആളെ കൊന്നു തിന്നുന്നവൻ അത്രയും ക്രൂരനായവൻ, ക്രൂരകർമ്മങ്ങളെ ചെയ്യുന്നവൻ. മനസ്സിലായില്ലേ? പിന്നെയോ, പിന്നെ പറയാം, നാളത്തേക്ക് വേണ്ടി ഇന്ന് തന്നെ പാകം ചെയ്ത് സൂക്ഷിക്കുന്നവൻ തണുത്തതും കേടുവന്നതുമായ ഭക്ഷണം കഴിക്കുന്ന തമോഗുണിയാണെങ്കിലും. അങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പൊ തമോ ഗുണത്തിന്റെ ലക്ഷണമാണ് പറഞ്ഞത്. നാളത്തേക്ക് വേണ്ടി ഇന്ന് തന്നെ പാകം ചെയ്തു സൂക്ഷിക്കുക ഫ്രിഡ്ജില്. പിന്നെയോ, തണുത്തതും കേടുവന്നതുമായ ഭക്ഷണം തന്നെ ഇഷ്ടപ്പെടുക, അങ്ങനെ അത് കഴിക്കുന്ന തമോ ഗുണം. ഇപ്രകാരം ആരാണോ ചെയ്യണത് അവരൊക്കെ എന്തായിത്തീരും? എന്താവും? അവർക്ക് എന്താവും സ്ഥിതി? അവരാണെങ്കിലും, പിന്നെയോ അവരാണെങ്കിലും ജ്ഞാനദശയിൽ എന്തായിത്തീരും? അറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെന്താണ്? പ്രവൃത്തി എന്തോ ആവട്ടെ, എവിടെ കിടക്കോ ആവട്ടെ, അയാളുടെ ബാഹ്യമായ പ്രവൃത്തികൾ എന്തോ ആവട്ടെ, ബാഹ്യദൃഷ്ടിയിൽ അയാൾ മഹാക്രൂരനാണെന്ന് വിമർശിക്കപ്പെട്ടാലും, വലിയ സജ്ജനമാണെന്ന് പുകഴ്ത്തപ്പെട്ടാലും, അയാൾ ഒരു ഗൃഹസ്ഥാശ്രമിയാണെന്ന് പറഞ്ഞാലും, പേരിന്റെ കൂടെ ചില വാലുകൾ ഉണ്ടായാലും, മനസ്സിലായില്ല? അതൊക്കെ ഉണ്ടെങ്കിലും ബാഹ്യമായതൊന്നും മാറ്റണ്ട, അഥവാ മാറുന്നില്ലെങ്കിലും ബാഹ്യമായതല്ല അയാൾ ഇരിക്കുന്നത്. വീട്ടിലിരിക്കുന്നവനായാലും ആശ്രമത്തിൽ കഴിയുന്നവനായാലും ഒക്കെ നമുക്ക് അർത്ഥം എടുക്കാം. ചെറിയ കുടിലായാലും വലിയ കുടിലായാലും രാജാവായാലും അല്ലെ, ഏത് തരത്തിലായാലും ഒക്കെ അവര് ജ്ഞാനദശയിൽ എന്തായി ആണ് എങ്കിൽ ആ ജീവൻ മുക്തനാണ്. അവനെ നമ്മൾ കേട്ടിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയാണ് ബാഹ്യമായ ഒന്നും തന്നെ അല്ല ഏത് മുക്തിക്ക് കാരണം. ശാസ്ത്രവുമല്ല, ഏത് പുസ്തകവുമല്ല, ബുദ്ധിതരത്തിലുള്ള അറിവുമല്ല, ഇതൊന്നുമല്ല മുക്തനെ നിർണയിക്കുന്നത്. മുക്തനെ എങ്ങനെ അറിയാം? എങ്ങനെ അറിയാന്ന് വെച്ചാൽ അറിയണവർക്ക് അറിയും, അത്രയാണ് ഉപസംഹാരം. അതുകൊണ്ട് ജീവൻ ഇപ്രകാരം തത്വബോധം എന്ന ഈ പ്രകരണം സമാപ്തം. എങ്ങനെ ആയാലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ആയാലേ എങ്ങനെ ആവുള്ളൂ എന്നൊന്നുമില്ല, ഒരു നിയമവും ഇല്ല. പക്ഷെ മുക്തനെ കണ്ടാൽ ആർക്കറിയും? മുക്തനറിയും. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പേപ്പർ നോക്കണമെങ്കിൽ ചുരുങ്ങിയത് 10ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കണ്ടേ അല്ലേ? അല്ലാതെ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് മുക്തന്മാർക്കറിയും. ജ്ഞാനികളാൽ സ്തുതിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു, ജ്ഞാനികൾ അവരെ അനുഗ്രഹിക്കുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. 15-ാം തീയതി ഗുരുപൂർണിമ. 16-ാം തീയതി മുതൽക്ക് ഉപനിഷത്ത് സത്രം ബൃഹദാരണ്യകോപനിഷത്ത് 108 ദിവസത്തെ ക്യാമ്പും ആരംഭിക്കുന്നുണ്ട്. അതിന് വിസ്തരിക്കുന്നുണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. വേറെ എന്തൊക്കെ പറയാനുണ്ട്?